ശബരിമല സാമ്പത്തിക ഇടപാടുകളിൽ ഇഡി അന്വേഷണം കടുപ്പിക്കുന്നു. വിവിധയിടങ്ങളിൽ റെയ്ഡ് തുടരുന്നു. മണ്ഡലകാലത്തിന് പുണ്യം നിറഞ്ഞു നിൽക്കുന്ന ശബരിമല സന്നിധാനത്തെ സാമ്പത്തിക ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഭക്തലക്ഷങ്ങൾ കാണിക്കയായും വഴിപാടായും സമർപ്പിക്കുന്ന തുകയിൽ കൃത്രിമം നടന്നെന്ന പരാതിയിൽ കേന്ദ്ര അന്വേഷണ ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുമായും മറ്റ് സാമ്പത്തിക ഇടപാടുകളുമായും ബന്ധപ്പെട്ട കേസുകളിൽ നിർണായക നീക്കവുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രംഗത്തെത്തിയിരിക്കുകയാണ്. ശബരിമലയിലെ സ്വർണം ഉരുക്കി മാറ്റിയതുമായി ബന്ധപ്പെട്ട കേസിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം ഇഡി കേസെടുത്ത് അന്വേഷണം വ്യാപിപ്പിച്ചു. ഇതിന്റെ ഭാഗമായി കേരളം, തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിലുമായി 20-ലധികം കേന്ദ്രങ്ങളിൽ ഒരേ സമയം പരിശോധന നടന്നതായാണ് വിവരം. തിരുവല്ല കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിലും അന്വേഷണ സംഘം പരിശോധന നടത്തി. നിക്ഷേപകരിൽ നിന്ന് സ്വീകരിച്ച തുക വകമാറ്റിയതും ഷെൽ കമ്പനികൾ വഴി ഇടപാടുകൾ നടത്തിയതുമാണ് പ്രധാനമായും ഇഡി നിരീക്ഷിക്കുന്നത്. ശബരിമലയിലെ സ്വർണ്ണ പണികളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഉറവിടങ്ങളും അന്വേഷണ പരിധിയിൽ വരുന്നുണ്ട്. നേരത്തെ ഹൈക്കോടതി ഇടപെടലിനെ തുടർന്ന് വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ 35 ലക്ഷത്തോളം രൂപയുടെ നെയ്യ് വിൽപ്പനയുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളും കണ്ടെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇഡി കൂടി അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നത്. സന്നിധാനത്തെ ക്രമക്കേടുകൾ ഉദ്യോഗസ്ഥന്മാർക്കും പുറത്തുള്ളവർക്കും പങ്കുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്താൻ വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്തേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.